ലോകകപ്പിൽ അർജന്റീനയ്ക്ക് പിന്നാലെ ഫ്രാൻസ് നോക്കൌട്ടിലെത്തി. ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് ഫ്രാൻസ് റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറിയത്. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടി. വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, എംബാപ്പയും ഈ ഗോൾ വേട്ട തുടരുകയാണ്. ഫ്രാൻസിന് മറ്റൊരു ജയം ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോൾ വേട്ട എംബാപ്പയും തുടരുന്ന കാഴ്ച തന്നെയാണ് ഈ ലോകകപ്പിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു മത്സരത്തിൽ ഇരട്ട ഗോള് നേടിക്കൊണ്ട് ഈ ഒരു ഗോൾ വേട്ടയിൽ രണ്ടാമതെത്താൻ, അതായത് മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോൾ എന്ന നേട്ടത്തിനൊപ്പം എത്താൻ എംബാപ്പയ്ക്ക് ഇന്ന് സാധിച്ചു. അതുകൂടാതെ ഇനിയും എംബാപ്പയ്ക്ക് മുന്നിലുള്ളത് മെസ്സി മാത്രമാണ്. എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തും അതേപോലെ തന്നെ ഉസ്മാൻ ഡെംബെലയുടെ ലോകകപ്പിലെ കന്നി ഗോളിന്റെ മികവിലുമാണ് ഇറാഖിനെ 3 ഗോളിനെ തളച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇറാഖിനെ 3 ഗോളിന് വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഫ്രാൻസ് ലോക്കൌട്ടിലേക്ക് മുന്നേറിയിരിക്കുന്നത്. അത് നമ്മൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 2018 ചാമ്പ്യന്മാരായ ഫ്രാൻസ് 2022 ഒരു റണ്ണേഴ്സ് അപ്പ് ആവുകയായിരുന്നു. അത് അർജന്റീനയ്ക്കെതിരെയായിരുന്നു. അതിന് പിന്നാലെ തന്നെ വീണ്ടും ഒരു നോക്കൌട്ട് പ്രവേശനം കൂടി ഇപ്പോൾ ഫ്രാൻസ് നടത്തിയിരിക്കുന്നു. എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടാം പകുതി ഇന്ന് ആരംഭിച്ചത് 2 മണിക്കൂറിലധികം വൈകിക്കൊണ്ടായിരുന്നു. അതിൽ ഏറ്റവും കാരണമായി കാണിച്ചത് കനത്ത മഴയും, ഫിലാഡൽഫിയയിലെ ഇന്നത്തെ മത്സരം നടന്ന ഫിലാഡൽഫിയയിൽ കനത്ത മഴയും അതേപോലെ തന്നെ ഇടിമിന്നലുടെ സാഹചര്യം കണക്കിലെടുത്ത് ആരാധകരുടെയും അതേപോലെ തന്നെ താരങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് രണ്ടാം പകുതി 2 മണിക്കൂറിലധികം വൈകിയാണ്. മഴ ഒന്നൊക്കെ തോർന്നതിന് ശേഷമായിരുന്നു രണ്ടാം പകുതി ഇന്ന് തുടങ്ങിയത്. എന്തായാലും വലിയൊരു ആവശ്യത്തിൽ തന്നെ അതിന്റെ ഒരു നീരസവുമോ ഇല്ലെങ്കിൽ അതിന്റെ ഒരു പരിഭവവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഇറാഖിന്റെയും അതേപോലെ തന്നെ ഫ്രാൻസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഗൗതം, ശരി, ഖിലാഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫ്രഞ്ച് പട വീണ്ടും നോക്കൌട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയുടെ ഗോൾ കരുത്തിലാണ് മുന്നേറ്റം.